عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഉലമാക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, ഈ ആത്മീയ സദസ്സിൽ സംഗമിച്ച പതിനായിരക്കണക്കിന് വരുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന PMSA പൂക്കോയത്തങ്ങൾ നഗരിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. ജാമിഅ കേരളത്തിനോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനോ പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാപനമല്ല. നമുക്കെല്ലാവർക്കും കേരളത്തിലെ മുസ്ലിം സമുദായം എന്നല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെ നെഞ്ചേറ്റിയ ഈ മഹത്തായ കലാലയം 6530-ലധികം വരുന്ന ഫൈലിമാർ വിവിധ മേഖലകളിൽ ദഅവത്ത് നടത്തി ലോക ചരിത്രത്തിൽ തന്നെ കേരളം എന്ന ഈ സംസ്ഥാനത്തിന്റെ ചരിത്രം ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക വിപ്ലവത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന വിധം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ, കേരളത്തിലെ ഇസ്ലാമിക വിജ്ഞാന വിപ്ലവത്തിന്റെ ഒരു തറവാട് മുറ്റമായി ഈ ജാമിഅ അതിന്റെ മഹാസമ്മേളനവും പ്രശോഭിച്ചു നിൽക്കുമ്പോൾ പ്രത്യേകമായി ഈ ആത്മീയമായ സദസ്സിൽ ജാമിഅയെ പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട നിരവധി ഔലിയാക്കളും സാദാത്തുക്കളും മഹാന്മാരായ ഉലമാക്കളും, നേരത്തെ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ച പേരെടുത്ത് പറഞ്ഞ നിരവധി പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, അവരുടെ ശക്തമായ പരിശ്രമത്തിൽ ഒരു കാലഘട്ടത്തിൽ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മത, ഭൗതിക, സാമൂഹ്യ മേഖലകളിൽ ദിശാബോധം നൽകാനുള്ള ഏറ്റവും ശക്തമായ ഒരു കലാലയമായി ഈ ജാമിഅയെ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ വളർത്തി വലുതാക്കി. കറാച്ചി ബാപ്പു ഹാജി എന്ന മാന്യ സഹോദരന്റെ വഖഫ് സ്വത്തുക്കൾ ദിഷണാശാലികളായ ബാഫഖി തങ്ങളുടെ, PMSA പൂക്കോയത്തങ്ങളുടെ, ശൈഖുന ശംസുൽ ഉലമയുടെ, കണ്ണിയത്ത് ഉസ്താദിന്റെ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, ശൈഖുന കോട്ടുമല ഉസ്താദിന്റെ, KK ഉസ്താദിന്റെ, ഉമർ അലി ശിഹാബ് തങ്ങളുടെ, നിരവധി പ്രഗത്ഭരായ ഈ അടുത്ത് നമ്മോട് യാത്ര പറഞ്ഞ മഹാന്മാരായ മശായിഖന്മാരുടെ, ഉസ്താദുമാരുടെ, കാളമ്പാടി ഉസ്താദിന്റെ, PVS മുസ്തഫ പൂക്കോയത്തങ്ങളുടെ, ശൈഖുന കോയക്കുട്ടി ഉസ്താദിന്റെ, ചെറുശ്ശേരി ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിന്റെ, അവരുടെയൊക്കെ പല ആളുകളുടെയും അവരുടെ ശക്തമായ ആത്മീയ കേന്ദ്രമായി അവരുടെ പഠനവും അധ്യാപനവും ഈ സ്ഥാപനത്തിന്റെ മേൽനോട്ടവുമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയൊരു സ്വത്തായി ജാമിഅ നൂരിയ അറബിക് കോളേജ് വളർന്നു വലുതായി. ഇന്ന് ജാമിഅയുടെ സന്തതികളുടെ ഏറ്റവും വലിയ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ലോകത്ത് തന്നെ മാതൃകാപരമായ ആത്മീയ മതപണ്ഡിത പ്രസ്ഥാനത്തിന്റെ മുശാവറ മെമ്പർമാരിൽ പകുതിയോളം വരുന്ന ആളുകൾ ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ സന്തതികളാണ് എന്ന് പറയുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരക്കാരും ഈ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദും ഉൾപ്പെടെയുള്ളവർ ഈ 6000-ലധികം വരുന്ന ഫൈലിമാരിലെ കണ്ണികളാണ് എന്നത് അഭിമാനത്തോടുകൂടെ ഈ മഹത്തായ സ്ഥാപനത്തിന് ഓർക്കാൻ പറ്റുന്ന ചരിത്രമാണ്. ഒരു വലിയ വിപ്ലവം കേരളത്തിന്റെ ചരിത്രത്തില്, മതരംഗത്തെ ഏറ്റവും വലിയൊരു വിപ്ലവം, മഹാന്മാരായ മഖദൂമി പരമ്പര ഇവിടെ കെടാതെ കാത്തു സൂക്ഷിക്കുന്ന മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ സ്വഹാബത്ത് കൊണ്ടുവന്ന കേരളത്തിന് മാത്രം പൈതൃകമായ ഇസ്ലാമിക വിജ്ഞാന വിപ്ലവത്തിന്റെ പാരമ്പര്യം, അതിന്റെ പൈതൃകത്തിലും ആത്മീയതയിലും അച്ചടക്കത്തിലും കേരളത്തിന്റെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി ആയിരക്കണക്കിന് ഫൈലുമാരെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം അൽഹംദുലില്ലാഹ് ലോകോത്തരമായ ഒരുപാട് വിപ്ലവങ്ങൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ. ലോകരാഷ്ട്രങ്ങളിൽ ഈ ഫൈലിമാർ ന്യൂസിലാൻഡിലും ജർമ്മനിയിലും ദക്ഷിണാഫ്രിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒരുപാട് മികച്ച മേഖലകളിൽ അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രഗത്ഭരായ ഡോക്ടർമാർ ഫൈലിമാരുടെ കൂട്ടത്തിലുണ്ട്. വളരെ വലിയ ഗവേഷകരുണ്ട്, എഴുത്തുകാരുണ്ട്, പ്രഭാഷകരുണ്ട്. ലോകരാജ്യങ്ങളിൽ ശ്രദ്ധേയരായ നിരവധി ദായികൾ ഈ ജാമിഅയുടെ ഈ മുറ്റത്ത് നിന്ന് പഠിച്ചിറങ്ങി പുറത്തുപോയ മക്കളുണ്ട്. ഇൽമ് അത് ഏറ്റവും വലിയ ദഅവത്തിന്റെ ദൗത്യമായി ഏറ്റെടുത്ത, ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമായി ഏറ്റെടുത്ത നമ്മുടെ മുൻഗാമികൾ ജാമിഅ
ഇന്ന് 52 ജൂനിയർ കോളേജുകളിലൂടെ 5000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ജാമ്യയുടെ ജൂനിയർ കോളേജുകളിൽ ജാമ്യയുടെ പേരക്കുട്ടികളായി ഈ തറവാട്ട് മുറ്റത്തേക്ക് കടന്നു വരാൻ ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 500-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജാമ്യ കേവലം മതവിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ജാമ്യയുടെ സമസ്തയുടെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ME എഞ്ചിനീയറിംഗ് കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ സ്ഥാപിച്ച ഡിസ്റ്റൻസ് സ്കൂളിന്റെ ബഹുമുഖ സംവിധാനങ്ങൾ ഒരുപാട് ഇസ്ലാമിക ദഅവാ രംഗത്ത് കേരളത്തിലെ പ്രഗത്ഭരായ മുദരിസുമാരെ വാർത്തെടുക്കാൻ, മികച്ച ഖത്തീബുമാരെ വാർത്തെടുക്കാൻ വളരെ വലിയ സേവനങ്ങൾ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള സംവിധാനത്തിലൂടെ ജാമ്യ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭൗതിക കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആനികമായ ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കാൻ ഖുർആനും ഫിഖ്ഹും അഖീദയും സുന്നത്ത് ജമാഅത്തിന്റെ മൂല്യങ്ങളും ഭൗതിക സ്ഥാപനങ്ങളിലെ മെഡിക്കൽ കോളേജുകളിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഡിസ്റ്റൻസ് സ്കൂളിലൂടെ ബഹുമാനപ്പെട്ട ജാമ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ 1ാമത്തെ ബാച്ച് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ പഠനം പൂർത്തിയാക്കി ഈ വർഷത്തോടുകൂടെ പുറത്തിറങ്ങുകയാണ്. എഞ്ചിനീയർമാരും ഡോക്ടർമാരും അവരെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും അഖീദയും ഖുർആനും ദീനും അറിയുന്ന മക്കളായി വളർന്നു വരാൻ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഭൗതിക സ്ഥാപനങ്ങളിൽ ജാമ്യയുടെ ആ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഡിസ്റ്റൻസ് സ്കൂളിന്റെ സംവിധാനം, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ജാമ്യ ഒരുക്കിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഖുർആനിക പഠനവേദി നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ മദ്രസകളിൽ, ഗ്രാമാന്തരങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് ഓൺലൈൻ ക്ലാസുകളായി, വളരെ സാധാരണയുള്ള വയോജന ക്ലാസുകളെ പോലെയല്ല, പഠിക്കാൻ താൽപര്യമുള്ള ആളുകൾക്ക് ഖുർആനികമായ പഠനത്തിന് ഓൺലൈനായുള്ള സംവിധാനം, 25 പഠിതാക്കൾക്ക് അതിനുള്ള അഡ്മിഷനും അതിനുള്ള സ്റ്റഡി മെറ്റീരിയലും ഒക്കെ ജാമ്യ നൽകി പരീക്ഷ നടത്തിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ജാമ്യവുമായി സമീപിച്ചാൽ നമ്മുടെ മഹല്ലുകളിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് അതിന്റെ സെന്ററുകൾ തുടങ്ങാൻ നമുക്ക് സാധിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച നാഷണൽ മിഷൻ നമുക്കറിയാം. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ന് 10 മസ്ജിദുകൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. മദ്രസകൾ 2-3 മദ്രസകൾ തുടങ്ങി. അതേപോലെ ബീജാപൂരിൽ വളരെ മനോഹരമായ സംവിധാനങ്ങൾ, മൊബൈൽ മദ്രസകൾ, അതേപോലെ ഇസ്ലാമിക് സെന്റർ ഉൾപ്പെടെ, പള്ളികൾ ഉൾപ്പെടെ വളരെ ദയനീയമായി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ നമ്മോടൊപ്പം കൈപ്പിടിച്ചു ഉയർത്താൻ വേണ്ടി പള്ളികളും മദ്രസകളും ട്രെയിനിങ് സെന്ററുകളും ഒക്കെയായി അൽഹംദുലില്ലാഹ് ഒരുപാട് സഹോദരങ്ങളുടെ സഹായത്തോടുകൂടെ ജാമിയ വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സനദ്ദാന മഹാസമ്മേളനത്തിൽ ഏറെക്കുറെ 200-ലധികം വരുന്ന ഫയലുമാർ ഇപ്രാവശ്യവും പുറത്തിറങ്ങുമ്പോ ഇപ്പൊ ജാമിയയിൽ 500-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഫഖി തങ്ങളുടെ ഒരു കാലഘട്ടത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു ജാമിയയിൽ 500 വിദ്യാർത്ഥികൾ കവിയണമെന്ന്. നമ്മുടെ മുൻഗാമികളുടെ സ്വപ്നവും ആഗ്രഹവും അൽഹംദുലില്ലാഹ് 500-ലധികം വരുന്ന വിദ്യാർത്ഥികൾ, വിവിധ ദർസുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ, മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളായി ഇപ്പൊ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ജൂനിയർ കോളേജുകളിൽ നിന്ന് ഈ വർഷം മുതൽ തന്നെ വിദ്യാർത്ഥികൾ വന്നു തുടങ്ങുകയാ. 52 ജൂനിയർ കോളേജുകളിൽ നിന്ന് ഏറെക്കുറെ അടുത്ത 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജാമിയയിൽ കുട്ടികളുടെ എണ്ണം 1000-ലധികം കവിയാൻ പോവുകയാണ്. അതിന്റെ ബിൽഡിംഗ് സൗകര്യവും മറ്റുള്ള സംവിധാനങ്ങളുമൊക്കെ ജാമിയയുടെ കമ്മിറ്റി, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈലിയും ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദുമൊക്കെ വളരെ ശ്രമകരമായി, വളരെ അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളുടെ വഖഫ് സ്വത്തുണ്ട് എന്ന് കേവലം നമുക്ക് സമാധാനിക്കാൻ മാത്രം വകയില്ല. പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കനായ MA യൂസുഫ് അലി സാറെ പോലെയുള്ള പ്രഗത്ഭരുടെയൊക്കെ സഹായങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോ അതിനുള്ള വിപുലമായ സൗകര്യങ്ങൾ, വളരെ മനോഹരമായ ലൈബ്രറി, അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു. ഒരുപാട് വളരെ വലിയ പദ്ധതികൾ, പഴയ കാലഘട്ടം പോലെയല്ല, ഒരുപാട് സംവിധാനങ്ങൾ, വിപുലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ സംവിധാനം, ഈ ലോകത്തുള്ള വലിയ
ദഅവത്തിന്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കാലഘട്ടത്തിന്റെ ചുമരെടുത്ത് വായിക്കുന്ന ദായികളെ, അങ്ങനെയുള്ള ഫൈലിമാരെ, ബഹുഭാഷാ പണ്ഡിതന്മാരെ, ഇംഗ്ലീഷിലും ഉറുദുവിലും അതേപോലെ മറ്റുള്ള ഭാഷകളിൽ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വളരെ IT വിദഗ്ധരായ നല്ല ഉന്നതന്മാരായ ദായികളെ വളർത്തിയെടുക്കാനാണ് ജാമിയ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെയൊക്കെ വിജയം വളരെ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ നിറഞ്ഞ സദസ്സ് ഇത് ദുആക്കുത്തരം കിട്ടുന്ന ഒരു ആത്മീയ സദസ്സാണ്. ജാമിയയുടെ സനദ്ദാന മഹാസമ്മേളനം പോലെ കഴിഞ്ഞ വർഷം മുതൽ മജ്ലിസ് നൂറിന്റെ ആത്മീയ സദസ്സ്, ദുആക്കുത്തരം കിട്ടുന്ന സദസ്സ്, അല്ലാഹുവിനോട് നമ്മുടെ വേദനകൾ കരളുരുകി റബ്ബിനോട് പറയാൻ അഹ്ലുൽ ബദറിനെ തവസ്സുലാക്കി 10,000-കണക്കിന് ആളുകൾ ഈ ജാമിയയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ സ്റ്റേജിൽ തന്നെ 200-ലധികം വരുന്ന മഹാന്മാർ, പ്രഗത്ഭരായ തങ്ങന്മാർ, സമസ്തയുടെ മുശാവറ മെമ്പർമാർ, പ്രഗത്ഭരായ ഉലമാക്കൾ നിറഞ്ഞ ആത്മീയമായ സദസ്സ്. മജ്ലിസ് നൂറിന്റെ സംസ്ഥാന നേതാക്കളൊക്കെ എല്ലാ ജില്ലയിലെ അമീർമാരും നേതാക്കളും ഉൾപ്പെടുന്ന പ്രൗഢമായ ഒരു വേദിയാണ് ഈ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകാൻ പോകുന്നത്. ദുആക്കുത്തരം കിട്ടുന്ന ഈ മണ്ണ്, ജാമിയയുടെ സമ്മേളനം തന്നെ ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ യാ വദൂദ് യാ വദൂദ് എന്ന പ്രാർത്ഥന കൊണ്ട് മുഖരിതമായ ഈ മണ്ണ്, പ്രഗത്ഭരായ സൂഫിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ഒരു കാലഘട്ടത്തിൽ ശൈഖുന തൃപ്പനച്ചി ഉസ്താദിന് വറല്ലാഹു മർഖദ ജാമിയയുടെ സമ്മേളനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും കാര്യത്തിന് ദുആ ചെയ്യാൻ വേണ്ടി ചെന്നാൽ മഹാനവറുകൾ പറയുമായിരുന്നു, ജാമിയയിലെ യോഗത്തിന് പോയിക്കോ, ജാമിയ സമ്മേളനത്തിലേക്ക് പോയിക്കോ, ജാമിയ സമ്മേളനം തന്നെ ദുആക്കുത്തരം കിട്ടുന്ന ഒരു മജ്ലിസാണ് എന്ന് ശൈഖുന തൃപ്പനച്ചി ഉസ്താദ്, ശൈഖുന കണ്ണിയാല മൗല, അങ്ങനെയുള്ള മഹാന്മാർ നമ്മൾ അറിയാതെ ഈ സദസ്സിൽ എത്ര ഔലിയാക്കൾ വന്നിരുന്നിട്ടുണ്ട്, ഈ സദസ്സിൽ എത്ര വന്നിരിക്കുന്നു. ദുആക്കുത്തരം കിട്ടുന്ന മഹാന്മാരായ സൂഫികളുടെ, ഔലിയാക്കളുടെ ഈ ശ്രേഷ്ഠമായ സദസ്സാണത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരുപാട് വളരെ വലിയ സ്വപ്നങ്ങൾ ഇനിയും പൂവണിയാൻ, ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മത്തിന് വേണ്ടി ശൈഖുന സൈനുൽ ഉലമ ഇങ്ങനെയുള്ള വേദികളിലൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദഖയാണ് ഇൽമിന് വേണ്ടിയുള്ള സദഖ. നമ്മുടെ പ്രവർത്തനം മുഖേന ഒരു ആലിമുണ്ടായാൽ, ഒരു പണ്ഡിതൻ നമ്മുടെ പ്രവർത്തനം മുഖേന ഉണ്ടായാൽ അതിനേക്കാൾ വലിയൊരു പുണ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം സയ്യൂത്തി റളിയല്ലാഹു തആല അൻഹു 10 തരത്തിലെ സദഖകളെ എണ്ണി അതിൽ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന സദഖയായി ഇൽമിന് വേണ്ടി, ഇൽമിന്റെ അഹ്ലുകാരെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള സദഖകളായിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം സയ്യൂത്തി തങ്ങൾ പരിചയപ്പെടുത്തിയത്. സൈനുൽ ഉലമ ഇത്തരത്തിലെ വേദികളിൽ ഇത് പറയാറുണ്ട്. നാളെ പരലോകത്ത് നമുക്ക് ശഫാഅത്ത് കിട്ടുന്ന ഏറ്റവും വലിയ മുഖ്യമായ ഒരു വഴിയാണ് ഉലമാക്കളുടെ വഴി. നമ്മുടെ ഒരു നാണയത്തൊട്ട് മുഖേന, നമ്മുടെ പ്രവർത്തനം മുഖേന. അതുകൊണ്ടാണല്ലോ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലഘട്ടത്തിൽ മുത്തഅല്ലിമീങ്ങളെ, ജാമിയ പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ടത് ഭക്ഷണവും അരിയും മറ്റുമൊക്കെ കൊടുത്ത്, മുത്തഅല്ലിമീങ്ങൾക്ക് വസ്ത്രം കൊടുത്ത്, കിതാബ് വാങ്ങിക്കൊടുത്ത്, ആ ഒരു പാരമ്പര്യം നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച നാളെ സ്വർഗത്തിന്റെ വാതിൽക്കൽ 4 വിഭാഗം ആളുകൾ അവര് ഹിസാബില്ലാതെ കടന്നു വരുമ്പോ അതിൽ ഉലമാ, അതിലൊരു വിഭാഗമാണ് അവര് ഉമറാക്കളായ ആളുകൾ, സമ്പന്നരായ ആളുകൾ എന്ന് പറഞ്ഞ പണം കൊടുത്തുകൊണ്ട് അവരെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബാപ്പുഹാജിക്ക് മക്കളില്ലെങ്കിലും 6500-ലധികം വരുന്ന ഫൈലിമാർ ബാപ്പുഹാജിയുടെ മക്കളാണ്, ബാഫഖ് തങ്ങളുടെ മക്കളാണ്, ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ മക്കളാണ്, ശംസുൽ ഉലമയുടെ കണ്ണിയത്ത് ഉസ്താദിന്റെ, കോട്ടമല ഉസ്താദിന്റെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മക്കളാ. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ഏൽപ്പിച്ചു പോയൊരു ദൗത്യം ഇനി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജാമിയയിൽ ഒരു മാസം 17 ലക്ഷത്തിലധികം വരുന്ന രൂപ ചെലവ് വരുന്നുണ്ട്. തേങ്ങയുടെയോ നെല്ലിന്റെയോ വരുമാനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. ബാപ്പുഹാജി നമുക്ക് വഖഫ് ചെയ്ത വഖഫ് സ്വത്തുണ്ട് എന്നത് ശരി, പക്ഷേ ഇന്നത്തെ അങ്ങനെയുള്ള വരുമാന മാർഗങ്ങളെ കൊണ്ട് ജാമിയക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജാമിയ ഈ 54 വർഷമായി ഇങ്ങനെ ഒരു പദ്ധതി വിപുലമായി പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മുടെ മുൻഗാമികൾ അതൊക്കെ ഏറ്റെടുത്ത് നിർവഹിച്ചു. ഇനി അത് നമ്മൾ ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ 17 ലക്ഷം രൂപ ഒരു മാസമാണ് ചെലവ് വരുന്നത്. അത് നമ്മുടെ വിദ്യാർത്ഥികൾ അത് 1000-ൽ കവിയാൻ പോകുമ്പോ ഏതാനും ചുരുങ്ങിയ സമയത്തിനകം ഒരു മാസം തന്നെ 1 കോടിയിലധികം രൂപ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിനും അവരുടെ പഠനത്തിനും മറ്റുമൊക്കെ വേണ്ടി. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് കൂട്ടായി പരിശ്രമിച്ചാൽ ജാമിയയുടെ ബഹുമുഖ പദ്ധതികൾ, ഇൽമിന്റെ അഹ്ലുകാർ നമ്മുടെ വഴിയിലായി നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒരു ഫൈലി 2 കൊല്ലമാണ്
അവ്വലിൽ ഇവിടെ പഠിക്കുന്നത് ഒരു കുട്ടിയുടെ ഒരു വർഷത്തേക്ക് 25,000 രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഫൈലിയെ ദർസുകളിൽ നിന്ന് അതേപോലെ ജൂനിയർ കോളേജുകളിൽ നിന്ന് ഇവിടെ വന്ന് 2 കൊല്ലം ഈ ജാമ്യയുടെ ബറക്കത്താക്കപ്പെട്ട ഈ മുറ്റത്ത് ഈ ജാമ്യയിലെ ഓരോ മണൽത്തരിക്കും അറഫയിലെ മണൽത്തരികൾക്ക് കഥ പറയാൻ കഴിയുന്നത് പോലെ ദുആക്കുത്തരം കിട്ടിയ കഥകൾ പറയാനുണ്ട്. ഈ മണ്ണിൽ പഠിക്കുന്ന അനുഗ്രഹീതരായ മക്കളെ ഒരു ആലിമിനെ ഒരു ഫൈലി നമ്മുടെ ഒരു സംഖ്യ കൊണ്ട് ഒരു 50,000 രൂപ 2 കൊല്ലത്തേക്ക് ഒരു ഫൈലിയെ സ്പോൺസർ ചെയ്യാൻ, ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് സ്പോൺസർ ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഒരു വർഷത്തേക്ക് ഒരു 25,000 രൂപ. ഇൻഷാ അല്ലാഹ് ഇവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. 1000 വിദ്യാർത്ഥികളുടെ ഓരോരുത്തരും ഒരു വർഷത്തേക്ക് ഏറ്റെടുത്താൽ ജാമ്യയുടെ കാര്യം വളരെ ഭംഗിയായി നടന്നു പോകാൻ സാധിക്കും. ഇവിടെ പ്രവാസികളുണ്ട്, അപ്രകാരം തന്നെ ബിസിനസ്സുകാരുണ്ട്, കച്ചവടക്കാരുണ്ട്. നമ്മളൊക്കെ ഈ സദസ്സിൽ മജ്‌ലിസുൻ നൂറിൽ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനാണ് ഇൻഷാ അല്ലാഹ് കാത്തിരിക്കുന്നത്. ആ ദുആയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി, ജാമ്യയുടെ കമ്മിറ്റിക്ക് വേണ്ടി, ഈ പ്രഗത്ഭരായ ഉസ്താദുമാർക്ക് വേണ്ടി ഇന്ന് തന്നെ ഒരു തീരുമാനത്തോടെ നമ്മൾ പോവുകയും ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച സമ്മേളനത്തിന് വരുമ്പോ ഇവിടെ ഓഫീസിൽ നമ്മുടെ കൗണ്ടറിലൊക്കെയായി വാഗ്ദാനം ചെയ്യുകയോ അതല്ലെങ്കിൽ നേരിട്ട് ഏൽപ്പിക്കാൻ കഴിവുള്ളവർ, ഇപ്പോഴത്തെ സാമ്പത്തികമായ അവസ്ഥയും നമുക്കറിയാം. പല സമ്മേളനങ്ങളും മാറ്റിവെച്ചു, പല സമ്മേളനങ്ങളും മാറ്റിവെക്കേണ്ടി വരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ജാമ്യ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയാത്ത നമ്മുടെ ഒരു ആത്മീയ സംഗമമാണ്. ഈ സംഗമം ഇന്ന് 2 സമ്മേളനമായി, മജ്‌ലിസുൻ നൂറിന്റെ മഹാസമ്മേളനമായി, ഞായറാഴ്ച അതിനേക്കാൾ വലിയ മഹാസമ്മേളനമായി മാറാൻ പോകുമ്പോ ദുആക്കുത്തരം കിട്ടുന്ന സദസ്സുകൾ ദുആ ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ അറിയിക്കാൻ കഴിയുന്നവർ ഓഫീസിലോ മറ്റോ ബന്ധപ്പെട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഒരു വിദ്യാർത്ഥിയുടെ 25,000 രൂപ ഒരു വർഷത്തേക്ക്, 2 വർഷത്തേക്ക് 50,000 രൂപ കഴിവുള്ള ആളുകൾ ഏറ്റെടുത്ത് ഈ ദുആക്കുത്തരം കിട്ടുന്ന ഈ മജ്‌ലിസിൽ ഈ മഹാന്മാരെ കൊണ്ട് ഈ പുണ്യമായ റബീഉൽ ആഖിറിൽ ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ, ശൈഖുന ശംസുൽ ഉലമയുടെ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ ഈ ആണ്ടിന്റെ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ദുആ ചെയ്യിപ്പിക്കണം. എല്ലാവർക്കും വേണ്ടി മഹാന്മാരായ ഉസ്താദുമാർ ദുആ ചെയ്യും. നമ്മുടെ ഒക്കെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. വേദനകൾ, പ്രയാസങ്ങൾ അല്ലാഹു പരിഹരിക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.